കാന്തപുരത്തിൻ്റെ രാഷ്ട്രീയവും കേരളത്തിൻ്റെ മൗനവും, ഈ വിഷയമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. കഴിഞ്ഞ ഫെബ്രുവരി 16 കാന്തപുരം സംഘത്തോടൊപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സന്ദർശിക്കാൻ വേണ്ടി ഡൽഹിയിലേക്ക് പോയത്. മകൻ ഹക്കീം അസരി, അബ്ദുറഹ്മാൻ സക്കാഫി അടക്കമുള്ള സുന്നി പണ്ഡിത സഭ ആ കൂടെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ചില നിർദ്ദേശ കാര്യങ്ങളൊക്കെ നൽകാൻ വേണ്ടിയിട്ടും ഇന്ത്യയിലെ മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന വിഷയത്തെക്കുറിച്ചൊക്കെ പ്രതിപാദിക്കാൻ വേണ്ടിയിട്ടുമാണ് താൻ പോയത് എന്ന് അദ്ദേഹം പിന്നെ അഭിമുഖമായിട്ട് ബന്ധപ്പെട്ട് പറയുകയും ചെയ്തിട്ടുണ്ട്. സാമൂഹ്യപരമായിരിക്കുന്ന സൗഹൃദമുണ്ടാക്കുക, ന്യൂനപക്ഷ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഈ പ്രധാനമന്ത്രിയെ ധരിപ്പിക്കുക, മതപരമായിരിക്കുന്ന ആശയവിനിമയം നടത്താനുള്ള സംവിധാനങ്ങൾ ചെയ്യുക എന്നതടക്കം SIR, വഖഫ്, പൗരത്വം തുടങ്ങി മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന സർവ്വ വിഷയപ്രശ്നങ്ങളും പരിഹരിക്കാനും മുസ്ലിങ്ങൾക്ക് അതിൽ ആകാംക്ഷയുണ്ട്, ആ വിഷയത്തിൽ പ്രധാനമന്ത്രി ഇടപെടണം എന്ന കാര്യങ്ങളൊക്കെയാണ് സംഘം പ്രധാനമന്ത്രിയെ ധരിപ്പിച്ചത്. അതോടൊപ്പം തന്നെ മറ്റ് പുറത്ത് പറയാത്ത ഒരുപാട് കാര്യങ്ങൾ അതോടൊപ്പം ഉണ്ടായിട്ടുണ്ട്. അത് രാഷ്ട്രീയമായ രീതിയിൽ BJP മുതലെടുക്കുകയാണോ അല്ലേ എന്നതിനെക്കുറിച്ചൊന്നും ഒരു കൃത്യമായിരിക്കുന്ന രൂപം ഇപ്പോഴും വന്നിട്ടില്ല. വളരെ കൃത്യതയോടുകൂടി ഇന്ന ഉദ്ദേശ കാര്യത്തിന് വേണ്ടിയിട്ടാണ് തങ്ങൾ പോയത് എന്നുള്ളത് ഈ കാന്തപുരത്തിൻ്റെ ഭാഗത്തു നിന്ന് മറുപടി വന്നിട്ടില്ല. തങ്ങൾ പോയതിനോടനുബന്ധിച്ച് ഇത്തരത്ര കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് അവർ പറയുന്നു. എന്നാൽ വളരെ കൃത്യതയോടുകൂടി ഇന്ന കാര്യങ്ങൾ തന്നെയാണ്, അത്ര മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്നുള്ളത് അവരുടെ ഭാഗത്തുനിന്ന് പുറത്ത് വന്നിട്ടില്ല. പിന്നീട് ഇത് വിവാദമാകുന്നത് ഈ ചർച്ചാ സംബന്ധമായിരിക്കുന്ന കാര്യം കഴിഞ്ഞ സമയത്ത് ഒരു അന്താരാഷ്ട്ര ചാനൽ ഈ മുസ്ലിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ചോദിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഇന്ത്യയിലെ മുസ്ലിം സമുദായം സുരക്ഷിതരാണ് എന്നുള്ളത്. ഈ വിഷയം വന്നതോടുകൂടി സോഷ്യൽ മീഡിയ അടക്കമുള്ള പ്രാദേശിക മീഡിയകൾ വലിയ രീതിയിൽ വിവാദമാക്കുകയും വലിയ ചർച്ചാ കാര്യങ്ങളൊക്കെ സംഘടിപ്പിക്കുകയും ചെയ്തു. എന്നാൽ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു പ്രധാനമായിരിക്കുന്ന കാര്യം, ഏറെക്കുറെ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർ മൗനത്തിലായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ രാജ്യത്തിലെ മുസ്ലിങ്ങൾ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ എല്ലാ കാലത്തും പ്രശ്നങ്ങളാണ്. അപ്പോൾ ഓരോരോ വിഷയങ്ങൾ, അത് മുത്തലാഖ് മുതൽ കാശ്മീരിലെ 370 വകുപ്പ് റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ട് SIR-ഉം പൗരത്വവും വഖഫും അങ്ങനെ ഒന്നിനു പിറകെ ഒന്നായി മുസ്ലിങ്ങൾ വ്യത്യസ്തമായിരിക്കുന്ന കോണുകളിൽ വ്യത്യസ്ത പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നു. അതൊരു യാഥാർത്ഥ്യമാണ്. ഈ യാഥാർത്ഥ്യത്തെ മറച്ചു വെച്ചുകൊണ്ട് ഈ രാജ്യത്തിലെ മുസ്ലിങ്ങൾ സുരക്ഷിതരാണ് എന്ന് കാന്തപുരം പറഞ്ഞു എന്നുള്ളതാണ് വിവാദമായത്. അതിനിപ്പോൾ ബുഖാരി തങ്ങൾ, അത് സമസ്തയുടെ സെക്രട്ടറിയാണ്, അദ്ദേഹം ബന്ധപ്പെട്ട ആളാണ്, അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു മറുപടി, ദേശീയ ചാനലിന് വേണ്ടിയിട്ട് ദേശീയ ചാനലുമായിട്ട് അഭിമുഖം നടത്തുന്ന സമയത്ത് തങ്ങളുടെ രാജ്യത്തിൻ്റെ അകത്ത് മുസ്ലിങ്ങൾ അരക്ഷിതാവസ്ഥയിലാണ് എന്ന് പറയുന്നത് സംഘടനാപരമായ രീതിയിൽ ഉചിതമല്ല. അപ്പോൾ ഇത് നമ്മുടെ കുടുംബ പ്രശ്നമാണ്. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ അകത്ത് ജീവിക്കുന്ന നമ്മുടെ വിഷയമായതുകൊണ്ട് രാജ്യത്തിൻ്റെ അകത്ത് തന്നെ അത് പരിഹരിക്കപ്പെടുകയാണ് വേണ്ടത്. അതിന് നിയമ സംവിധാനത്തിലും ഭരണഘടനയിലും ഒക്കെ തങ്ങൾക്ക് വലിയ വിശ്വാസമുണ്ട്. പല ഘട്ടങ്ങളിലും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് കോടതിയിൽ തങ്ങൾ പോയിട്ടുണ്ട്. അങ്ങനെ അതിൻ്റെ തുടർച്ചയായ രീതിയിലാണ് ഖലീൽ ബുഖാരി ഈ വിഷയത്തെ ന്യായീകരിച്ചുകൊണ്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തത്. ഏറെക്കുറെ അദ്ദേഹം പറഞ്ഞ കാര്യത്തിലൊക്കെ അത് യാഥാർത്ഥ്യമുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ്. അപ്പോൾ മറ്റൊരു രീതിയിൽ ഇതിനെ പറ്റി പറയുന്ന സമയത്ത് നമ്മൾ ഓരോരോ രാഷ്ട്രീയക്കാർ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട്, രാഷ്ട്രീയ നേതാക്കന്മാർ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയിരിക്കുന്ന പ്രതികരണങ്ങൾ നമുക്ക് നോക്കാം. VD സതീശൻ പ്രതിപക്ഷ നേതാവിനോട് ചോദിക്കപ്പെട്ടു, പത്രക്കാരാണ് ചോദിച്ചത്, കാന്തപുരം പറഞ്ഞല്ലോ മുസ്ലിം സമുദായത്തെ സുരക്ഷിതരാണ് എന്നുള്ളത്. കോൺഗ്രസ് എല്ലാ കാലത്തും അരക്ഷിതാവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട് പ്രയാസം അനുഭവിക്കുന്നു. ഉത്തർപ്രദേശിൻ്റെ പല ഭാഗങ്ങളിലും മുസ്ലിങ്ങളുടെ ഈ വീടുകളൊക്കെ തകർക്കുന്നു. അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ടല്ലോ എന്നുള്ളത്. അതിന് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന മറുപടി, ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി അദ്ദേഹമായിട്ട് അഭിമുഖം നടത്തുന്ന സമയത്ത് അദ്ദേഹം ഒരു ക്രിമിനലാണ് അല്ലെങ്കിൽ കുറ്റവാളിയാണ് എന്ന് പറയുന്നത് ഉചിതമായിരിക്കുന്ന കാര്യമല്ല. കാന്തപുരം അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിരിക്കുന്ന കാര്യമാണ് പറഞ്ഞത്. അതിനോട് അങ്ങനെ തന്നെ നമ്മൾക്ക് യോജിപ്പുണ്ടായിക്കൊള്ളണമെന്നില്ല. ഓരോരുത്തർക്കും വ്യക്തിപരമായിട്ട് പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരു പൂർത്തീകരണം തരാതെയാണ് അദ്ദേഹം ശരിക്കും ഒഴിഞ്ഞു മാറിയത്, അല്ലെങ്കിൽ പറഞ്ഞ് അവസാനിപ്പിച്ചത്. മുനവർ അലി തങ്ങൾ, യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റ്, അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ട സമയത്ത് അദ്ദേഹം പറഞ്ഞു, കാന്തപുരത്തിൻ്റെ വ്യക്തിപരമായിരിക്കുന്ന ഈ നിലപാട് മാത്രമാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം ഒഴിഞ്ഞു മാറി. ഇവിടെ കേരളത്തിൻ്റെ ഔദ്യോഗികമായിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ട ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ KPCCയുടെ അധ്യക്ഷൻ, അല്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റ്, സമസ്ത EK വിഭാഗം സമസ്തയുടെ ആളുകൾ, പിന്നീട് ഈ ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള സംഘടനകൾ, ഇവരൊക്കെ ഔദ്യോഗികപരമായ രീതിയിൽ ഇതിനെ വിമർശിച്ചുകൊണ്ട് ഒരു പ്രസ്താവന ഇറക്കിയിട്ടില്ല എന്നുള്ളത് ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യമാണ്.
അപ്പോൾ ഇദ്ദേഹം പറഞ്ഞത് ശരിയോ തെറ്റോ എന്നുള്ളതല്ല വിഷയം. ഈ ഇത്തരം ഒരു വിഷയങ്ങളുടെ സമയത്ത് രൂക്ഷമായിട്ട് പ്രതികരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ അത്ര ആവേശത്തോടു കൂടി ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടില്ല എന്ന് പറയുമ്പോൾ അതിനൊരു പക്ഷേ രാഷ്ട്രീയ തലങ്ങളുണ്ട്. വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പക്ഷേ നമ്മളിപ്പോൾ ഒരു വിവാദം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് പ്രതികൂലമായിട്ട് ബാധിക്കുമോ എന്ന് മനസ്സിലാക്കിയിട്ടായിരിക്കാം ഒരു പക്ഷേ മാർക്സിസ്റ്റ് പാർട്ടിയോ കോൺഗ്രസ്സോ മുസ്ലിം ലീഗോ മറ്റ് ഈ പ്രാദേശിക രാഷ്ട്രീയ പാർട്ടി സംഘടനകളോ സാമുദായിക സംഘടനകളോ പ്രതികരിച്ചിട്ടില്ല എന്നുള്ളത് വളരെ പ്രത്യേകതയുള്ളൊരു കാര്യമായിട്ട് തന്നെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുകയാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ കാന്തപുരം പറയപ്പെട്ട കാര്യങ്ങൾ അതേക്കുറിച്ചുള്ള വലിയ വിമർശ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ ചോദ്യം ചെയ്തുകൊണ്ട് വിചാരണ ചെയ്യുന്ന രീതിയിലൊക്കെയാണ് സോഷ്യൽ മീഡിയയാണ് യഥാർത്ഥത്തിൽ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിൽ കൈകാര്യം ചെയ്യപ്പെട്ടത്. അപ്പോൾ ഇതിന് രണ്ട് തലങ്ങളുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ കാന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം സംസ്ഥാനാടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു മതസംഘടനയുടെ ഒരു നേതാവ് എന്നതിനപ്പുറം ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും അറിയപ്പെടുന്ന പണ്ഡിത സഭകളിലെ നേതൃത്വ നിരയിലുള്ള വ്യക്തികളിൽ പെട്ട ആളാണ്. ഇന്ത്യയിലെ പരമാവധി സംസ്ഥാനങ്ങളിലെല്ലാം കാന്തപുരം വിഭാഗത്തിന് മതസ്ഥാപനങ്ങൾ, അതുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങൾ, പിന്നീട് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട സംവിധാന കാര്യങ്ങളൊക്കെ ഉണ്ട്, ചെറിയ രീതിയിലാണെങ്കിൽ പോലും. അപ്പോൾ ഇതിലെല്ലാം ഒരു സർക്കാരിനെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ ഒരു നിലപാട് പറയുന്ന സമയത്ത് അത് ഭാവിയിൽ വലിയ രീതിയിൽ പ്രയാസമുണ്ടാക്കും എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്ന് നമുക്ക് അനുമാനിക്കാവുന്നതാണ്. മാത്രമല്ല ഇവിടെ വിഷയം എന്ന് പറയുന്നത് ഈ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രയാസവും ബുദ്ധിമുട്ടും അനുഭവിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകാനൊന്നും പോകുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. പ്രശ്നമായിട്ട് നിലനിൽക്കുകയും ഇദ്ദേഹം പറയുന്ന കാര്യം പെരുപ്പിച്ച് കാണിക്കുന്ന ഒരു സംവിധാനം ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഒരു പക്ഷേ അതും കൂടി മനസ്സിലാക്കിയിട്ടായിരിക്കാം ഇങ്ങനെ ഉണ്ടാകും. ഇപ്പോൾ EK സമസ്ത വിഭാഗത്തിൻ്റെ പ്രസിഡന്റ് മുത്തുക്കോയ തങ്ങൾ ഇടതുപക്ഷത്തോട് സഹകരിച്ചു കൊണ്ട് നിൽക്കുന്ന ഒരു പ്രത്യേക സ്ഥിതിവിശേഷം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. എന്താ അദ്ദേഹത്തിൻ്റെ ആ സഹകരണത്തിൻ്റെ കാര്യം? ഭരിക്കുന്ന ഗവൺമെൻറ്റുമായി ഏറ്റുമുട്ടുന്ന രീതി തന്നെ ശരിയല്ല. അവരുമായിട്ട് പരമാവധി സഹകരിച്ച് പോകുന്നതായിരിക്കും ഉചിതം. ഇത് കാന്തപുരത്തിൻ്റെ രാഷ്ട്രീയമാണ്. അദ്ദേഹമാണ് ഇത് പ്രാവർത്തികമാക്കിയത് കേരളത്തിൽ. പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഈ പ്രാധാന്യം നൽകുന്ന ഒരു സ്ഥിതിവിശേഷമൊന്നും 90 കാലഘട്ടത്തിൽ അല്ലെങ്കിൽ 80 സമസ്ത പിളർന്നു പോരുന്ന സമയത്ത് കാന്തപുരം വിഭാഗത്തിനില്ലായിരുന്നു. കാരണം അവർക്ക് ആ രാഷ്ട്രീയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് അറിവില്ലായിരുന്നു. പിന്നീടാണ് നിലനിൽപ്പുമായിട്ട് ബന്ധപ്പെട്ടതിന് രാഷ്ട്രീയവുമായിട്ട് ചേരാം എന്നുള്ളിടത്തേക്ക് അവരെത്തുന്നത്. ഓരോരോ അനുഭവമാണ് ഈ ഗുരുവായിട്ട് നിൽക്കുന്നത് എന്ന് പറയുന്ന പോലെയാണ് സ്ഥിതികൾ. ഇടതുപക്ഷം ഭരിക്കുന്ന സമയത്ത് ഇടതുപക്ഷത്തോട് സഹകരിക്കുക എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിൽ അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. ഒന്ന്, സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഒരു വിഭാഗമുണ്ട് എന്നുള്ളത്. മാത്രവുമല്ല, ഭരിക്കുന്ന വിഭാഗത്തോടൊപ്പം ചേർക്കുന്ന സമയത്ത് ഒരുപാട് മതസ്ഥാപനങ്ങളോ ബന്ധപ്പെട്ട സംവിധാനങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാ കാലത്തും ഇവരുമായിട്ട് ഉടക്കി നിൽക്കുന്നത് ശരിയല്ല. അതിൻ്റെ ഗുണം വഖഫ് ബോർഡിലും ഹജ്ജ് കമ്മിറ്റിയിലും കാന്തപുരം വിഭാഗം അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇപ്പോഴത്തെ വഖഫ് ബോർഡിൽ യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗുമായിട്ട് ബന്ധപ്പെട്ട ആരും ഇല്ല എന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചത്. EK സമസ്തയിൽപ്പെട്ട ഈ മുക്കം ഫൈസിയെ അതിലെടുത്തിട്ടുണ്ട്, പിന്നീട് AP വിഭാഗത്തിൽപ്പെട്ടവരെടുത്തിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് അത് ഫില്ല് ചെയ്തത്. അപ്പോൾ സർക്കാരുമായിട്ട് ഉടക്കുന്നതിന് പകരം ചേർന്ന് നിൽക്കുന്നതാണ് ഏറ്റവും ഉചിതമായിരിക്കുന്ന കാര്യം എന്നത് കാന്തപുരത്തിൻ്റെ ഒരു രാഷ്ട്രീയമാണ്. അത് സംസ്ഥാന തലത്തിൽ നിന്ന് ദേശീയ തലത്തിലേക്ക് അത് പറിച്ചു നട്ടു എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. ഇപ്പോൾ മുത്തുക്കോയ തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഏറെക്കുറെ അങ്ങനെ തന്നെയാണ്. അത് UDF സംവിധാനത്തിൽ അല്ലെങ്കിൽ മുസ്ലിം ലീഗ് സംവിധാനത്തിൽ വല്ലാത്ത രീതിയിൽ പ്രയാസം ഉണ്ടാക്കിയ കാര്യമാണ്. ആ രാഷ്ട്രീയം കാന്തപുരത്തിൻ്റെ രാഷ്ട്രീയമാണ്. സർക്കാരുമായിട്ട് സഹകരിക്കുക എന്നുള്ളത്, അവരോടൊപ്പം പരമാവധി ചേർന്ന് നിൽക്കുക എന്നുള്ളത്. അത് ദേശീയ തലത്തിലേക്ക് അത് പറിച്ചു നട്ടു എന്ന് പറയുന്ന സമയത്ത് അതിൻ്റേതായിരിക്കുന്ന ഗുണം ഉണ്ടാവും എന്ന് ഉറപ്പാണ്. മാത്രവുമല്ല, ചേർന്ന് നിൽക്കുന്ന സമയത്ത് കാര്യങ്ങൾ തുറന്നു പറയാനുള്ളൊരു വേദി അവിടെ ഉണ്ടാകുന്നു. ശത്രുവിനെ സൃഷ്ടിക്കുന്നതിന് പകരം ശത്രുവിനെ മിത്രമാക്കിക്കൊണ്ട് തങ്ങൾക്കുണ്ടാകുന്ന പ്രയാസങ്ങൾ തുറന്നു പറയാനുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കുന്നതിൽ ഒരു പക്ഷേ അദ്ദേഹം വിജയിച്ചിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ആ കാര്യത്തിൽ ഇപ്പോൾ വലിയ രീതിയിലുള്ള കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ഒരു മതസംഘടനയുടെ നേതാവ് എന്ന നിലക്ക് അതൊരു വോട്ടിംഗ് ബാങ്കാണ്. ആ വോട്ടിംഗ് ബാങ്ക് എന്ന് പറഞ്ഞാൽ വരാൻ പോകുന്ന നിയമസഭയിൽ ആ വോട്ടിംഗ് ബാങ്കൊക്കെ വലിയ രീതിയിൽ നിർണായകമാകും. അപ്പോൾ ഉടക്കാത്ത രീതിയിൽ ചേർന്ന് നിന്നുകൊണ്ട് സഹകരിക്കുക എന്നുള്ളത്. മുമ്പൊക്കെ സമസ്തയുടെ സമ്മേളനം നടത്തുന്ന സമയത്ത്, ഈ സമസ്തയുടെ അല്ല മർക്കസിൻ്റെ സമ്മേളനം നടക്കുന്ന സമയത്തെല്ലാം ശ്രദ്ധിച്ചാൽ അറിയാൻ വേണ്ടി പറ്റും, ഒരു 90, 2000 ആ കാലഘട്ടത്തിലൊന്നും ഈ മുസ്ലിം ലീഗിന് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കും പ്രത്യേകം ക്ഷണിക്കുകയും പ്രത്യേകമായിരിക്കുന്ന കസേര അവരുടെ പാർട്ടിയുടെ പേര് എഴുതി വെക്കുകയും ചെയ്യും. പല ഘട്ടങ്ങളിലും പല സമ്മേളനത്തിൽ മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയ പാർട്ടിയുടെ കസേര മാത്രം കാലിയായിരിക്കും.
വലിയ രീതിയിൽ എതിർപ്പായിരുന്നു. അവിടെ ഈ മർക്കസിനോട് ചേർന്നിട്ടുള്ള ഒരു ട്രെയിനിങ് കോളേജുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം വന്ന സമയത്ത് പോലും വലിയ എതിർപ്പ് ലീഗിൻ്റെ ഭാഗത്തുനിന്ന് പോലും ഉണ്ടായിരുന്നു. പക്ഷേ അത് രാഷ്ട്രീയത്തിൽ വലിയ രീതിയിൽ ദോഷം ചെയ്യൂ എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഏറെക്കുറെ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി കാന്തപുരവുമായിട്ട് ചേർന്ന് നിൽക്കാൻ തുടങ്ങി. അതിൻ്റെ ഒരു തുടർച്ച ഇപ്പോഴുണ്ട്. അതുകൊണ്ടാണ് സംസ്ഥാന ലീഗിൻ്റെ ഔദ്യോഗികമായിരിക്കുന്ന ഒരു നേതാവും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് കാന്തപുരത്തെ കുറ്റപ്പെടുത്തി പറയാത്തത്. ഏതൊരു ഇലക്ഷൻ വരുന്ന സമയത്തും ലീഗിൽപ്പെട്ട എല്ലാവരും കാന്തപുരത്തെ കാണുന്നുണ്ട്, സന്ദർശിക്കുന്നുണ്ട്, സർവ്വവിധ ആശംസകൾ നേരുന്നുണ്ട്, കാന്തപുരം ഇങ്ങോട്ട് ആശംസകൾ നേരുന്നുണ്ട്. ഈ രീതി നമ്മൾ കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട പ്രധാനമായിരിക്കുന്ന കാര്യങ്ങളിലൊന്ന്, ഉടക്കി നിൽക്കുന്നതിനേക്കാളും നല്ലത് ചേർന്ന് നിൽക്കുന്നതാണ് എന്നുള്ളതാണ്. ആ രാഷ്ട്രീയം യഥാർത്ഥത്തിൽ ഇവിടെ വിജയിച്ചിട്ടുണ്ടോ ഇല്ലേ എന്ന് ചോദിച്ചാൽ വരും കാലങ്ങളിൽ ദേശീയ രാഷ്ട്രീയത്തിൽ തീർച്ചയായിട്ടും ഇത് പ്രതിഫലിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല.